വിഷ്ണു ഡയറി ഫാം. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതാണ്. ക്ഷീര കർഷകനായിട്ടുള്ള വിഷ്ണുവിൻ്റെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, വാർത്താ ചാനലുകളിലായിക്കോട്ടെ, എല്ലായിടത്തും നമ്മൾ കണ്ടതാണ്. കൊല്ലം പരവൂരിലുള്ള കൂനയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ മുമ്പിൽ ചെന്നിട്ട്, പാൽ സൊസൈറ്റിയുടെ മുമ്പിൽ ചെന്നിട്ട് പാലെടുത്ത് തലയിൽ കൂടെ ഒഴിച്ചിട്ട് പ്രതിഷേധം കാണിക്കുന്ന ഈ വിഷ്ണുവിൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ. അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഉൾപ്പെടെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ക്ഷീര കർഷക ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമൻ്റ് ഇട്ടേക്കുന്നതും വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്താണ് നിന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട്, വിഷ്ണുവിൻ്റെ ദുരവസ്ഥ കണ്ടിട്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ പശുക്കളെ വളർത്തി പുല്ലും വൈക്കോലും അറുത്ത് ഇതിൻ്റെ രാവും പകലും ഇല്ലാതെ ഇതിൻ്റെ പുറകിൽ കടന്ന് കഷ്ടപ്പെട്ടിട്ട് പാല് കൊണ്ട് സൊസൈറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കൊള്ളത്തില്ല, പന്നപ്പാലാണ്, ഇത് പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ വലിച്ചു പോയി, അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ട്, തരിതരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു കൊടുത്ത് അയക്കുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ, അവർക്കുണ്ടാകുന്ന ഒരു അപമാനം, ഇതെല്ലാം ഒരു സാധാരണക്കാരന് മനസ്സിലാവും. അതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്ത്, ഈ ക്ഷീര കർഷകനായിട്ടുള്ള വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്തത് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അല്ലേ. ഒരു 100-ൽ 99% ആളുകൾ, 99 അല്ലടേ, 100-ൽ 100% ആളുകൾ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഈ വിഷ്ണുവിൻ്റെ. അപ്പം നമ്മളെല്ലാവരും വിചാരിച്ചത് ഈ വിഷ്ണുവിൻ്റെ ഭാഗത്ത് 100-ൽ 100% ശരിയുണ്ടെന്നാണ് അല്ലേ. എന്നാൽ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ വേറൊരു വീഡിയോ കണ്ടു. ഈ വിഷ്ണു കാട്ടിക്കൂട്ടുന്ന തട്ടിപ്പ്, ഈ ഒരു ഫാമിൻ്റെ പേരിൽ വിഷ്ണു നടത്തിക്കൊണ്ടു പോകുന്ന തട്ടിപ്പുകൾ വെളിയിൽ വരുന്നൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പം ഇവിടെ സൊസൈറ്റി 100% സൊസൈറ്റി അങ്ങ് നല്ലതാണ്. സൊസൈറ്റിയിൽ ഇരിക്കുന്ന ആളുകളും പ്രവർത്തിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി അങ്ങ് 100-ൽ 100% നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. സൊസൈറ്റിയിൽ നടക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും, സൊസൈറ്റിയിൽ നടക്കുന്ന തെണ്ടിത്തരങ്ങളെല്ലാം പാല് മേടിക്കുന്ന സൊസൈറ്റിയിൽ പോകുന്ന ഏതൊരാൾക്കും അറിയാവുന്നതാണ് അല്ലേ. സൊസൈറ്റിയിൽ കൊടുക്കാവുന്ന ആനുകൂല്യങ്ങൾ വെട്ടിമാറ്റി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും അവിടെ മെമ്പർഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളെല്ലാം എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പം സൊസൈറ്റിയിലുള്ളവരും സൊസൈറ്റിയും അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഒരു സൈഡ് മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഈ ഒരു പാല് റിജക്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊണ്ടുവരുന്ന പാല് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് അസിഡിറ്റി കൂടുതലാണ്, ഈ പാല് തരിതരിപ്പ് ഉള്ള പാലാണ്, പെട്ടെന്ന് പന്നലായി പോകുന്ന പാലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു വിടുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാനും, കാരണം ഒരു ക്ഷീര കർഷകൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ എനിക്കറിയാം. രാവും പകലും കഷ്ടപ്പെട്ടിട്ടാണ് രാവിലെയും വൈകിട്ടും സൊസൈറ്റിയിൽ കൊണ്ടുപോയി പാല് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാനും മനസ്സുകൊണ്ടാണെങ്കിലും ആ ഒരു സൊസൈറ്റിയിലെ ജീവനക്കാരെ ഉൾപ്പെടെ ഞാനും തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു, മനസ്സുകൊണ്ടാണ്. ഇപ്പം അത് കണ്ട എല്ലാ ആളുകളും അങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് അല്ലേ. വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു വിഷയത്തിന് ശേഷം വിഷ്ണുവിൻ്റെ വേറൊരു വീഡിയോ ഞാൻ കണ്ട്. കാരണം ഈ വിഷ്ണു ആ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ വിഷ്ണു പറയുന്നുണ്ട്, വിഷ്ണു പാല് മാത്രമല്ല പശുക്കളെയും കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു മാസം 60 പശുക്കളെ കൊടുക്കുന്നുണ്ട്. ആ 60 പശുക്കളെ കൊടുക്കുന്നതിൻ്റെയൊക്കെ അസൂയ കൊണ്ടിട്ടാണ് ഇവർ എൻ്റെ പാൽ ഇവിടെ എടുക്കാത്തതെന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ഇവിടെ ആദ്യം നിന്ന് വെക്കാതെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടതിന് ശേഷം ബാക്കി പറയാം. എന്റെ പാല് മാത്രം ഇവിടുത്തെ കുഴപ്പമെന്ന് പറയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ CPM പ്രവർത്തനായിട്ടുള്ള മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോൾ ആ പാല് എന്നും പ്രശ്നമാണ്. വേറൊന്നുമല്ല, ഞാൻ ഇവിടെ ഒരു മാസം 10-60 പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകനാണ്. ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസൂയപ്പെട്ടാണ് എന്റെ പാല് മാത്രം ഈ സൊസൈറ്റി എടുക്കത്തില്ല. ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം, എന്റെ ഒഴിക്കുന്ന പാല് വേറൊരാളുടെ പേരിലോട്ട് ഒഴിക്കല് എന്ത് പ്രശ്നമാണ്? ഞാൻ എവിടെ പാല് ഒഴിക്കുന്നത് നിങ്ങൾ പറഞ്ഞാണ്. അതുകൊണ്ട് ഈ കൊള്ളത്തിൽ വന്ന ഈ പാല് തലയെ കൂടി അങ്ങ് ഒഴിക്കുക. ഓക്കെ, ഇതിനകത്ത് വിഷ്ണു തന്നെ പറയുന്നുണ്ട് 60 പശുക്കളെ ഒരു മാസം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാല് മാത്രമല്ല ബിസിനസ്, പശു കച്ചവടമുണ്ട്. തമിഴ്നാട്ടിൽ പോയി ഈ പറഞ്ഞിട്ടുള്ള പശുക്കളെ എടുത്തുകൊണ്ട് വന്ന് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ലാഭമില്ലാതെ ഈ പരിപാടിക്ക് ആരും നിൽക്കത്തില്ലല്ലോ. എന്ത് പരിപാടി, എന്ത് ബിസിനസ് ആണെങ്കിലും ലാഭമില്ലാതെ ആരും ഒരു ഇതിനും നിൽക്കത്തില്ല. തമിഴ്നാട്ടിൽ പോയി വില കുറച്ച് എടുത്തുകൊണ്ട് വന്ന് കേരളത്തിൽ വില കൂട്ടി വിൽക്കുന്ന ഒരു പരിപാടിയൊക്കെ വിഷ്ണുവിന് ഉണ്ടെന്നാണ് പറയുന്നത്.
അപ്പം ഈ ഒരു വിഷയത്തിന് ശേഷം, ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം വിഷ്ണുവിൻ്റെ വേറൊരു വീഡിയോ ഞാൻ കണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും പശുവിനെ മേടിച്ചിട്ടുള്ള ഒരാൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു അനുഭവം, ദുരനുഭവം, വിഷ്ണു കബളിപ്പിക്കപ്പെട്ട ഒരു ഇതുപോലെ വിഷ്ണുവിനെ പോലെ തന്നെ ഒരു ക്ഷീര കർഷകൻ്റെ അവസ്ഥ തുറന്നു കാട്ടുന്നൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഇതിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇവിടെ കണ്ടത് ഞാൻ. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വയ്ക്കാം. കാരണം വിഷ്ണു കൊടുത്തൊരു പശു 10 ലിറ്റർ പാല് കിട്ടും എന്ന് പറഞ്ഞ് കൊടുത്തൊരു പശുവിന് 3 ലിറ്റർ പാല് പോലും കിട്ടുന്നില്ല, ഒരു മാസമായിട്ട് പോലും. ആ പശുവിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ വിഷ്ണു പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേടിച്ച ആളെ കയ്യിലും തെറ്റുണ്ട്. കാരണം ഇത് മേടിച്ച ആൾ ആ ഒരു വീഡിയോ കണ്ടിട്ട്, വിഷ്ണുവിൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രമേ പശുവിനെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് പോയി സാധാരണ ഒരു പശു കച്ചവടമൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ, അത്യാവശ്യം തലയ്ക്കകത്ത് ആള് താമസം ഉള്ള ആളാണെങ്കിൽ, പശുവിനെ ആയിക്കോട്ടെ ആടിനെ ആയിക്കോട്ടെ, കന്നാലി കച്ചവടം നടത്തുന്നവരാണെങ്കിൽ നേരിട്ട് പോയിട്ടാണ് കണ്ടിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഇയാൾ വിഷ്ണുവിനെ വിശ്വസിച്ചു. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പശുക്കളെയൊക്കെ കാണിച്ച് ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, ആൾക്കാരെ വിശ്വാസം പിടിച്ചു പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു ക്ഷീര കർഷകൻ ഈ ഒരു പശുവിനെ വേണമെന്ന് പറയുന്നതും. അങ്ങനെ ആ ഒരു പശുവിനെ ഇയാളെ വീട്ടിൽ വണ്ടിക്കകത്ത് കയറ്റി അങ്ങ് കൊണ്ട് ഡയറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുവാണ്. വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് പറ്റിയ ചതി മനസ്സിലായത്. കാരണം ഇയാൾ ഈ വിഷ്ണു കാണിച്ച പശുവല്ല നേരിട്ട് കാണുന്നത്. വിഷ്ണു വീഡിയോക്കകത്ത് കാണിച്ച പശുവിൻ്റെ മുമ്പിൽ ഒരു ചരുവം നിറയെ കുറേ പാലും, ആ പശുവിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല തടിച്ചു കൊഴുത്തിരിക്കുന്ന പശു എന്നാണ് അയാൾ പറയുന്നത്. ആ വീഡിയോ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇയാൾക്ക് പറ്റിയ ചതി മനസ്സിലാവുന്നത് ഈ പശു വന്നിറങ്ങിയപ്പോഴാണ്. പശു വന്നിറങ്ങിയപ്പം എല്ലും തോലും പിടിച്ചൊരു പശു, ചാവാറായി ഒടിഞ്ഞു വീഴാറായി നിൽക്കുന്ന ഒരു പശുവിനെയാണ് ഇയാൾ കാണുന്നത്. അതിനെ കറക്കി വന്നപ്പോഴത്തേക്ക് 3 ലിറ്റർ പാല് പോലും കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. 10 ലിറ്റർ പാല് പറഞ്ഞ പശുവാണ്. എന്തായാലും ഞാൻ ഒരു വീഡിയോ ഇവിടെ വയ്ക്കാം. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കൊണ്ടുപോയിട്ട് നമ്മൾ എങ്ങനെ മുതലായി പോകും. അപ്പോൾ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള നമ്മുടെ ബിജു ചേട്ടൻ്റെ വീട്ടിലാണ്. ബിജു എന്ന് പറയുന്ന ചേട്ടൻ എന്ന് പറയുന്ന ഒരു ക്ഷീര കർഷകനാണ്. പാരമ്പര്യമായിട്ട് പശുക്കൾ കാര്യങ്ങളൊക്കെ വീടിനോട് ചേർന്നുണ്ട്. അതായത് ചേട്ടൻ്റെ വീടാണ്. വീട്ടിൽ തന്നെ ഫാമിങ് ചെയ്യുന്ന ഒരു കർഷകനാണ്. അപ്പോൾ ചേട്ടനിപ്പോൾ ഒരു മാനസികമായിട്ടും ഈ ഫാമിങ്ങുപരമായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. ഒരു രീതി നോക്കിയാൽ അതിനകത്ത് ഞാനും ഒരു ഭാഗവാക്കായതിൻ്റെ പേരിലാണ് ഞാനിവിടെ ചേട്ടനോട് ക്ഷമ പറയാനായിട്ടാണ് വന്നത്. കാര്യം നമ്മളെ വീഡിയോയിലൂടെ ഒരാളെ പ്രൊമോട്ട് ചെയ്തു. ആ പ്രൊമോട്ട് ചെയ്ത വ്യക്തിയിൽ നിന്നാണ് ചേട്ടൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പം എന്താണെന്ന് കാര്യങ്ങളൊക്കെ ചേട്ടൻ കൂടുതലായിട്ട് പറയും. ചേട്ടൻ എന്താ ശരിക്കും സംഭവിച്ചത്? ഈ 15-ാം തീയതി കൊല്ലം പരവൂരുള്ള വിഷ്ണു എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് ഞാൻ എടുത്ത് കൊണ്ടുവന്ന പശുവാണ് ഈ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പശുവിൻ്റെ അവസ്ഥയാണ് ഇത് കാണുന്നത്. ഞാൻ അവിടെ വന്ന് വണ്ടിയെ നിന്ന് ഇറങ്ങി അന്നേരം തൊട്ട് വിളിക്കുന്നുണ്ട്. ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. വീഡിയോയിൽ നമ്മളെ കാണിച്ച പശുവേ അല്ല ഈ വന്നേക്കുന്നത്. ഇവിടെ വന്ന് കണ്ടിട്ട് വീഡിയോയിൽ കണ്ടേക്കുന്ന പശുവേ അല്ല. അത് വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോഴേ ഞാൻ ആ വണ്ടിക്കാരോടും പറഞ്ഞാണ് ഇത് വീഡിയോയിൽ കാണിച്ച പശുവല്ല. ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഇതിൻ്റെ അകട് നോക്കിക്കുക, അവൻ കാണിച്ച പശുവേ അല്ല ഈ സാധനം നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. അവൻ ആ വണ്ടിക്കാരുടെ അടുത്ത് കയറ്റിയിട്ട് ആ വണ്ടിക്കാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചാണ് നമുക്ക് വന്നേക്കുന്ന പശു ഇതല്ല, ഇങ്ങനെയാണ് നമ്മളെ വീഡിയോ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പശുവിനെയൊക്കെ ഇവൻ കയറ്റി വിട്ടിട്ട് ഇവനെ എങ്ങനെ ഇവൻ രക്ഷപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഇവനെയൊക്കെ നശിച്ചു പോകണം, അല്ലാതെ വേറൊന്നും നമ്മൾ പറയാനില്ല. അവൻ്റെ കുടുംബം വരില്ല, അതില്ല മറ്റേതാണ് മറിച്ച് അതിലെ കൂടെ നോക്കിയാൽ ഇതില്ലെന്ന് പറയും, ഇങ്ങനെ നോക്കിയാൽ ഇതില്ലെന്ന് പറയും. ഒരു അസുഖം ഇല്ലാത്ത പശുവിനെ നോക്കിയാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ട് നിർത്തുന്നത്. അങ്ങനെയൊക്കെ പറയുന്ന വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പോയത്. അത് നമുക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മനസ്സിലായത്. അന്ന് ഇവിടെ കൊണ്ടുവന്നത് തന്നെ ഒടിച്ച് മടക്കി കൊണ്ടുവന്ന് എനിക്ക് എൻ്റെ അടുത്ത് കറവ കാണിച്ചു. എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്. കറവ കാണിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു 10 ലിറ്ററിൽ മേളിൽ പാല് കിട്ടുമെന്ന് പറഞ്ഞ് കാണിച്ച വീഡിയോ ആണിത്. ഇന്ന് ഇതുവരെ ആയിട്ടും ഇതിന് 3 ലിറ്ററിൽ മേളിലോട്ട് പശുവിന് പാല് കിട്ടിയിട്ടില്ല. അങ്ങ് അറ്റം കിട്ടിയേക്കുന്ന 2 നേരം കൂടെ കറന്നിട്ട് കിട്ടിയേക്കുന്നതാണ് 3 ലിറ്റർ പാല്. എത്ര ദിവസമായി പ്രസവിച്ചിട്ട് 5 ദിവസം ആയുള്ളെന്ന് പറഞ്ഞുകൊണ്ടാണ് പശുവിനെ ഇവിടെ കയറ്റി വിട്ടത്. ഞാൻ അവനോട് ഫോണിൽ ഇതിൽ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു അത് പാലാകും, അത് 10-15 ദിവസം ആകണം പാലാകണം. ഇപ്പം അവിടെ നിന്ന് കയറ്റി വിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം 25-ാം തീയതിയായി. ഇപ്പം തന്നെ കണക്ക് കൂട്ടി 26 ഇപ്പം തന്നെ കണക്ക് കൂട്ടിയാലും 10-15 ദിവസത്തിൽ മേളിലായിട്ടുണ്ട്. ഇപ്പം ഇതുവരെയും കറന്നിട്ട് 2 നേരവും കൂടെ കിട്ടുന്നത് 3 ലിറ്റർ പാലാണ് കിട്ടുന്നത്. ഇനി എന്നെ ഇനി ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനി അവൻ കറന്നിട്ട് ഇനി അവൻ വേറെ പശുവിൻ്റെ കറന്നെടുത്ത് വെച്ചിട്ട് കാണിച്ച വീഡിയോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം ഈ വീഡിയോ ഇട്ടേക്കുന്നതിൻ്റെ അത് കറന്ന് കാണിച്ച വീഡിയോ ഇട്ടേക്കുന്നതിൻ്റെ 48 രൂപ കൊടുത്തൊരു പശുവിനെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടിക്കാശ് എല്ലാം കൊടുത്ത് വന്ന് പശു ഇറങ്ങിയിട്ട് 2 ലിറ്റർ പാല് കിട്ടിയാൽ എങ്ങനെ നമ്മൾ ഇതുകൊണ്ട് മുതലായി പോകും. പക്ഷേ ഇപ്പോൾ ഈ പശുവിൻ്റെ അവസ്ഥ നോക്കി എല്ലാം തോലുമാണ് മൊത്തം. നമ്മൾ ഈ അടുത്ത് നിൽക്കുന്ന പശുക്കളും ഇതുമായിട്ട് നോക്കി തീറ്റി കൊടുക്കാഞ്ഞിട്ടോ എന്തെങ്കിലും പോലെയാണ്. അപ്പോൾ നമ്മുടെ കറവക്കാരൻ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഉൾഭാഗത്തെല്ലാം ഇതുപോലുള്ള പശുക്കളെ 10-15 10 രൂപയ്ക്കും 12 രൂപയ്ക്കും കിട്ടും. അതിനെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് 40 രൂപ 45 രൂപ 48 രൂപ പറഞ്ഞാണ് അവൻ കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താണ് ഇവൻ കൊടുക്കുന്നതെന്നാണ് നമ്മുടെ കറക്കുന്ന ആൾ തന്നെ പറയുന്നത്. ഇവിടെ വന്ന് പാല് എടുത്ത് നോക്കിയിട്ട് പാല് തെളിഞ്ഞതുമാണ്. ഈ ക്ലാവിനെ കണ്ടിട്ട് നമ്മുടെ കറവക്കാരൻ തന്നെ പറഞ്ഞു ഇത് 1 മാസത്തിൽ മേളിൽ കഴിഞ്ഞ പശുവാണ്, ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല, ഇത് തമിഴ്നാട് അങ്ങ് അറ്റത്ത് ലാസ്റ്റ് കിടക്കുന്ന പശുവാണ്, നമ്മളിവിടെ കറക്കുന്ന ആൾ തമിഴരാണ്. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനകത്തൊന്നും ഒന്നും കിട്ടാനില്ല, ഈ കിട്ടുന്ന
3 ലിറ്റർ എന്ന് പറയുന്നത് തന്നെ കഷ്ടിയാണ്. 2 നേരം കൂടെ 3 ലിറ്ററാണ് ആകെ കിട്ടുന്നത്. 2 നേരം കൂടെ ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. അവൻ തന്നെ വന്നിരുന്നൊന്ന് കറന്ന് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി പോയി കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവനെതിരെ നല്ലൊരു രീതിയിൽ എന്തെങ്കിലും ഇത് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കില്ല. ഞാനൊരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിലാണ് പുള്ളിയുടെ സംസാരവും നല്ല ഒരു രീതിയിൽ ഇടപെട്ടാണ് ഞാൻ ഈ പശുവിനെ എടുക്കുന്നത്. ഒരു ചെറുപ്പക്കാരനല്ല, ഞാനും അതിൻ്റെ രീതിയിൽപ്പെട്ട ഒരാളാണ്. രക്ഷപ്പെട്ട ഞാൻ ആ റെക്കോർഡുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ. അപ്പോൾ ആ ഇത് ചെയ്യും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ പൈസ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം അഡ്വാൻസ് ഇട്ട് കൊടുത്തു. പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വൈകുന്നേരത്തേക്ക് എനിക്ക് പൈസ ഇട്ടണം, വണ്ടിക്കാരുടെ അടുത്ത് വണ്ടിയെ കയറ്റി വിടുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ രീതിയിലാണ് വണ്ടിയെ കയറ്റി വിടുന്നതെന്ന് എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കൊണ്ടുവന്ന വണ്ടിക്കാരുടെ അടുത്ത് തന്നെ ഞാൻ ചൂടായി. ഞാൻ ഇറക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഞാൻ പശുവിനെ വലിച്ചിറക്കുമായിരുന്നു. വണ്ടിയിൽ നിന്ന് വലിച്ച് 2 കാലും പുറകോട്ട് വലിച്ച് താഴെ കുത്തി നിർത്തി അങ്ങനെ വലിച്ച് താഴോട്ടിട്ടാണ് പശുവിനെ ഇറക്കി കൊണ്ടുവന്നത്. ആ ഇറക്കി അന്നേരം തൊട്ട് ഇവനെ വിളിക്കുന്നുണ്ട്. ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. ഫോൺ എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എടുത്തത് ഇങ്ങോട്ട് വിളിച്ച് തെറി പറയാൻ വേണ്ടി അവൻ ഫോൺ എടുത്ത്, അല്ലാതെ അവൻ ഫോൺ എടുത്തിട്ടില്ല. ഇതാണ് അവൻ ചെയ്തേക്കുന്ന വേല. പക്ഷേ ഈ ഒരാൾക്കും ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവില്ല. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇങ്ങനൊരു ഇത് കണ്ട് ഞാൻ പോയി എടുത്തു. ഈ വീഡിയോയിൽ കാണിക്കുന്ന വ്യക്തി തലയിൽ പാൽ വെച്ചിട്ടുള്ള വിഷ്ണു തന്നെയാണ്. അപ്പം ഇതിന് ചങ്ങനാശ്ശേരിയിലുള്ള ബിജു എന്ന് പറഞ്ഞ വ്യക്തിയാണ് വിഷ്ണുവിൻ്റെ നിന്ന് പശുവിനെ മേടിക്കുന്നത്. 10 ലിറ്റർ പാല് കിട്ടുമെന്ന് പറഞ്ഞ് മേടിച്ചൊരു പശുവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞതുപോലെ ഇത് ഈ പുള്ളിയുടെ കയ്യിലും തെറ്റുണ്ട്. കാരണം ഈ പശുവിനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ ആട്ടിനെയൊക്കെ കന്നാലികളെ പോയി നോക്കി കണ്ട് അതിന് വല്ല അസുഖങ്ങളുണ്ടോ, വല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയും കണ്ടൊക്കെ മേടിക്കാവും. അല്ലാതെ ഇതുപോലെ ഓൺലൈനിലും ഇതിനകത്തും വീഡിയോകൾ കണ്ട് പ്രൊമോഷൻ വീഡിയോകൾ കണ്ട് മാത്രം ഓർഡർ ചെയ്ത് വരുത്താൻ അതിലെന്ത് വല്ല ഫുഡാണ് കാണുമെന്നോ അങ്ങനെ ഒരു കാരണം വെച്ചാലും ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. പോയി കണ്ട് നല്ലതുപോലെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പശുവിനെ ആയിക്കോട്ടെ ആട്ടിനെ ആയിക്കോട്ടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ മനസ്സിലാക്കി ഏത് ഇനമാണെന്ന് മനസ്സിലാക്കി പാലുള്ള ഇനമാണോ ഈ വല്ല അസുഖങ്ങളുള്ളതാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ മേടിക്കാവൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള പറ്റികളൊക്കെ പറ്റും. ഇപ്പം അങ്ങനെ പറ്റിയതാണ് ഈ സംഭവം. അപ്പം ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് ഈ വിഷ്ണുവിൻ്റെ ഫാമിനകത്ത് പോയി വിഷ്ണുവിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ പശുവിനെയൊക്കെ സെയിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ചാനലിലുള്ള വ്യക്തി തന്നെയാണ്, ഈ വിഷ്ണുവിൻ്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്ത വ്യക്തി തന്നെയാണ് ഈ ഒരു വീഡിയോയും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേജിലൂടെ തന്നെയാണ് വിഷ്ണുവിൻ്റെ ഫാമിലെ പശുക്കളെയൊക്കെ സെയിൽ ചെയ്യുന്നത് തന്നെ, കൂടുതലും സെയിൽ ചെയ്യുന്നത്. ഈ ഒരു പേജിലെ വീഡിയോ കണ്ടിട്ടാണ് ജനങ്ങൾ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ പുള്ളി അതുകൊണ്ട് ഈ വിഷ്ണുവിൻ്റെ പശുവിനെ മേടിച്ച് അബദ്ധം പറ്റിയ ഇയാളോട് തുടക്കം തന്നെ ക്ഷമ പറയുന്നുണ്ട്. കാരണം പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഇയാൾ വിഷ്ണു കാണിച്ച പശുവിനെ ഓർഡർ ചെയ്ത് കൈ കിട്ടുന്നത് വേറെ പശു. അപ്പോഴാണ് പുള്ളിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുന്നതും പുള്ളിക്ക് തട്ടിപ്പ് മനസ്സിലാവുന്നതും. വിഷ്ണു കാണിച്ച പശു വേറെയാണെന്നൊക്കെ പുള്ളി അത് വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാണാം പശുവിനെ എല്ലും ദൂരമായിട്ട് നിൽക്കുന്നത് അല്ലേ. ആ വീഡിയോയിൽ കാണിച്ച പശു അല്ലത്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു പശുവിനെ ആരെങ്കിലും മേടിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ വളർത്തി നിങ്ങൾ അതിൽ നിന്നുള്ള ആദായം കണ്ടെത്താനാണെങ്കിൽ ഒരു 5-6 വർഷം ആ പശുവിനെ നിർത്തി പോട്ട് ഒരു 10 വർഷം വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ജീവിക്കാനാണെങ്കിൽ നിങ്ങൾ ഈ എല്ലും തോലും പിടിച്ച പശുവിനെ മേടിക്കുമോ? ഒരു കാരണവശാലും പിടിക്കരുത്. ഇന്നും നാളെയും ഒടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പശുവിനെ ആരെങ്കിലും മേടിക്കുമോ? ഇല്ല. അപ്പം അത് വിൽക്കാൻ തന്നെ നമ്മളെങ്ങനെ അതിന് ആ ഒരു പശുവിനെ മനസ്സറിഞ്ഞ് ഇതുപോലെ ക്ഷീരകർഷകരായിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് കിടക്കുന്ന ഒരാൾക്ക് മനസ്സറിഞ്ഞ് നമ്മളത് വിൽക്കും? ഒരിക്കലും വിൽക്കത്തില്ല. ഇത് അങ്ങനെ വിൽക്കണമെന്നുണ്ടെങ്കിൽ അയാളെ മനസ്സിലൊരു തട്ടിപ്പിൻ്റെ ഒരു മുഖമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വിൽക്കൂ. ഒരു ക്ഷീരകർഷകനായിട്ടുള്ള ഒരാൾ മറ്റൊരു ക്ഷീരകർഷകനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയാണ്, ഏറ്റവും വലിയൊരു നെറികേടാണ് അല്ലേ. ഇവിടെ 10 ലിറ്റർ പാല് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കൊണ്ടു കൊടുത്തപ്പോഴത്തേക്ക് 1 മാസം പുള്ളി കറന്നു നോക്കിയെന്നാണ് പറയുന്നത്. എന്നിട്ട് 3 ലിറ്റർ പാല് മാത്രമാണ് രാവിലെയും വൈകിട്ടുമായിട്ട് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇപ്പം ഈ ബിജു എന്ന് പറയുന്ന പുള്ളിയുടെ വീട്ടിൽ കറക്കുന്ന പശുക്കൾ, അതിലെ പശുവിനെ കറക്കുന്ന കറവക്കാർ തമിഴ്നാട്ടുകാരാണെന്നാണ് പറയുന്നത്. അപ്പം ഈ പശുവിനെ കണ്ടിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമിഴ്നാട്ടിലെ ഉൾനാടുകളിൽ കാണുന്ന ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും പന്ന ഇനത്തിൽപ്പെട്ട പശുക്കളാണെന്നാണ് പറയുന്നത്. വിഷ്ണു എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഇതുപോലുള്ള അസുഖം പിടിച്ച അല്ലെങ്കിൽ ഇതുപോലുള്ള വിലയില്ലാത്ത എവിടെയെങ്കിലും തീറ്റിയൊന്നും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് 10,000-15,000 രൂപ കൊടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് 1 മാസം വെള്ളവും പുല്ലും കൊടുത്ത് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് മോടി പിടിപ്പിച്ചിട്ട് പാവപ്പെട്ട ക്ഷീരകർഷകരായിട്ടുള്ള ജനങ്ങളെ മേലേക്ക് 40,000-50,000 രൂപയ്ക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാലാണ് ഇപ്പം സൊസൈറ്റിയിൽ ഇവൻ കൊടുത്ത് അധികം പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലോ ഇവൻ്റെ പാല് എന്തുകൊണ്ടാണ് കേടായതെന്നും എന്തുകൊണ്ടാണ് പന്നപ്പാലെന്ന് പറഞ്ഞ് സൊസൈറ്റിയിലുള്ള ആൾക്കാർ തിരിച്ചു വിട്ടതെന്നും ഇപ്പം ഏകദേശം ആളുകൾക്ക് മനസ്സിലായി കാണുമല്ലോ.
അപ്പോൾ ഈ പന്ന പശുവിൻ്റെ ഒക്കെ പാലായിരിക്കും നമ്മൾ കുടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിശ്വസിച്ച് സൊസൈറ്റിയിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഒന്നാതെ ഇവർ മായം ചേർത്താണ്, വെള്ളം ചേർത്തിട്ടാണ് സൊസൈറ്റിയിൽ കൊണ്ട് കൊടുക്കുന്നത്. അതുകൂടാതെ സൊസൈറ്റിയിൽ നിന്നും വെള്ളം ചേർത്തിട്ടാണ് ഓരോ വീടുകളിലേക്ക് പാല് ഓരോ ആളുകൾക്ക് കൊടുക്കുന്നത്. എല്ലാവരെയും കൂടെ പാല് മിക്സ് ചെയ്ത് അതിനകത്ത് ഇനി പന്നപ്പാലും കാണും, നല്ല പാലും കാണും, എല്ലാ പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഓരോ വീടുകളിലേക്ക് ഓരോ പാലുകൾ കൊണ്ട് ഓരോ ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മേടിച്ച് കൊണ്ടുപോയി കുടിക്കുന്നത് അല്ലേ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നലെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക്, കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു വിഷ്ണു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഞാനും, കാരണം എനിക്കും അതിശയം തോന്നിപ്പോയി. കാരണം ഇത്രയും ഒരു ചെറു പ്രായത്തിൽ ഇത്രയും ഈ ഒരു ക്ഷീര കർഷക മേഖലയിലോട്ട് വരിക, അതുപോലെ ഇത്രയും പശുക്കളെ ഒരു മാസം കൊണ്ട് കൊടുക്കുക, 10ഉം 60ഉം പശുക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, 10ഉം 60ഉം 60 പശുവിന് ഒരു മാസം കൊടുക്കുമ്പോഴത്തേക്ക് എത്ര രൂപ. ഇതുപോലുള്ള പന്ന പശുക്കളെ തമിഴ്നാട്ടിൽ ചെന്ന് എടുത്തുകൊണ്ട് വന്ന് ചാവാറായതിനെയൊക്കെ ഇതുപോലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ട് ഉള്ള ആളുകളുടെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു മാസം എത്ര രൂപ ഇവനിക്ക് ലാഭം കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ പന്നപ്പാലല്ലേ സൊസൈറ്റി കൊണ്ട് കൊടുക്കുന്ന, പിന്നെ അവരെങ്ങനെ എടുക്കും നിങ്ങൾ പറ. ഇന്നലെ സപ്പോർട്ട് ചെയ്ത ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഉൾപ്പെടെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഈ ഒരു വീഡിയോ, ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു ദുരനുഭവത്തിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള പന്ന പശുക്കളെ പാലാണല്ലോ നമ്മൾ കുടിക്കുന്നത്. അസുഖം പിടിച്ച് അവിടെ ഇവിടെയും ചൊറിയും പിടിച്ച് കിടന്ന് ചാവാറായി കിടക്കുന്ന പശുക്കളെ പാലാണല്ലോ നമ്മൾ മേടിച്ച് കുടിക്കുന്നത്, നല്ല പാലാന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാക്കിയും കൂടെ കേട്ടു നോക്കാം. ഇനി ഈ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്ത ഈ ഒരു വീഡിയോ ഈ വിഷ്ണുവിൻ്റെ ഫാമിലി ചെന്ന് ഈ ഒരു പ്രൊമോഷൻ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തി തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവനെ പറ്റിയിട്ട്. അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അവർ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, അതായത് പോലീസുകാർ വിളിച്ചിട്ടും ഫോൺ എടുത്തിട്ടില്ല. ശരിക്കും ചേട്ടനോട് ഞാൻ എന്ത് പറയാമെന്ന് എനിക്ക് തന്നെ അറിയില്ല ചേട്ടാ. ആ ഒരു അവസ്ഥയിലാണ് ചേട്ടൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ശരിക്കും എന്നെ ഇങ്ങോട്ട് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി അവനായിട്ടാണ് കോൺടാക്ട് ചെയ്തത്. ആ സമയത്ത് ഞാൻ എൻ്റേതായ ചില വ്യവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന രീതി ചെയ്യാൻ പാടില്ല, ഇന്ന രീതിയിൽ ചെയ്യാവുള്ളൂ ഒക്കെ ഞാൻ കണ്ടീഷൻസ് വാക്കാലെ ഞങ്ങൾ തമ്മിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നതാണ്. പോകെ വീഡിയോ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തെല്ലാം അത് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാനത് വീഡിയോ ചെയ്യുന്ന പരിപൂർണ്ണമായിട്ട് നിർത്തി. ഇപ്പോൾ ഏകദേശം ഒരു 3 മാസത്തിനടുത്തായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. ഇടയ്ക്ക് അവൻ പലപ്പോഴും വീഡിയോ ചെയ്യാനായിട്ട് വിളിച്ചു, പക്ഷേ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞ് മാറി. ഇപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ഈ ഇൻസിഡൻറ്റോടെ പരിപൂർണ്ണമായിട്ട് ഞാൻ അവനെ എന്താ പറയുക പറഞ്ഞു, ഞാൻ വീഡിയോ ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടി തന്നെ ഞാൻ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ചേട്ടൻ്റെ അവൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് ഞാൻ എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാര്യം അതവിടെ കിടന്നിരിക്കുന്നിടത്തോളം കാലം പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പേടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ചേട്ടനോട് ഞാൻ ക്ഷമ പറയുകയാണ്. പിന്നെ ഇനി പ്രേക്ഷകരുമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ ഇൻസ്പയർ ആയിട്ട് വല്ലവരും പശുക്കളെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ നിൽക്കുകയോ അല്ലെങ്കിൽ പഴയ വീഡിയോയിലെ നമ്പർ വെച്ച് സേവ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരിൽ നിന്നും പശു എടുക്കുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ടിങ് അല്ല. എന്തായാലും ഈ വിഷ്ണുവിൻ്റെ വീഡിയോ പ്രൊമോഷൻ ചെയ്തിട്ടുള്ള ആളെ ചാനലിൽ കൂടെ തന്നെയാണ് ഈ ഒരു വിഷയവും അയാൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷ്ണു അങ്ങോട്ട് കോൺടാക്ട് ചെയ്താണ് ഇയാൾ അങ്ങോട്ട് പോയി പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് തന്നെ, എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ വാക്കാൽ കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് എടുത്ത് ഓരോ വീഡിയോകൾ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തട്ടിപ്പും വെട്ടിപ്പും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും പാടില്ല എന്നുള്ളൊരു വാക്കാലുള്ളൊരു നിബന്ധനകളൊക്കെ ആയിരിക്കാം. പിന്നെ അല്ലാതെ ചില്ലറ കമ്മീഷനും, അത്യാവശ്യം നല്ലൊരു കമ്മീഷനും പുള്ളിക്ക് കിട്ടുന്നുണ്ടായിരിക്കും. എന്തായാലും പുള്ളി തന്നെ ഈ ഒരു വിഷ്ണുവിൻ്റെ തട്ടിപ്പ് പുള്ളിയുടെ ചാനലിൽ കൂടെ തന്നെ പുറത്തു വിട്ടിരിക്കുകയാണ്. ഈ പശുവിനെ മേടിച്ചിട്ടുള്ള ആൾ പിന്നെ നിരന്തരം ഇവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച് ഈ ഒരു കാര്യം പറയാനിരുന്നപ്പോഴത്തേക്ക് ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ നാറി ഫോൺ എടുത്തിട്ടില്ല. ഫോൺ എടുക്കാത്തതിൻ്റെ പേരിൽ ഇയാൾ ഒരുപാട് വട്ടം ട്രൈ ചെയ്തു, എന്നിട്ട് ഫോൺ എടുത്തില്ല. അവസാനം ഇയാൾ ചെന്ന് ഈ പശുവിനെ മേടിച്ച ഈ വ്യക്തി ചെന്ന് പോലീസിൽ പരാതി പറഞ്ഞു. പോലീസിൽ പരാതി പറഞ്ഞിട്ട് പോലീസ് വിളിച്ചിട്ട് പോലും ഇവൻ ഫോൺ എടുക്കുന്നില്ല. കാരണം ഇപ്പം ഒരാളെ അറിഞ്ഞുകൊണ്ട് കബളിപ്പിച്ചതല്ലെങ്കിൽ ഉറപ്പായിട്ടും ഫോൺ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് സംസാരിക്കാനുള്ളൊരു മാന്യതയെങ്കിലും ഒരാൾ കാണിക്കുമല്ലോ. അപ്പം അറിഞ്ഞു വെച്ച് തന്നെ ഇവൻ പശുവിനെ അയാളെ തലയിൽ കെട്ടിവെച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതുപോലുള്ള പശുക്കളുടെ പാല് കൊണ്ട് സൊസൈറ്റിയിൽ പോകുന്ന സമയത്ത് ആ സൊസൈറ്റിയിലുള്ള ജീവനക്കാർ ചിലപ്പോൾ 1 or 2 വട്ടം, ചിലപ്പോൾ 10 വട്ടം, ചിലപ്പോൾ 20 വട്ടം പറയുമായിരിക്കും പാല് മോശമാണ്. അവസാനമായിരിക്കാം അത് തിരിച്ചു കൊടുത്തിട്ടുള്ളത്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നിങ്ങൾ ആ വീഡിയോസിനകത്ത് ആ പശുവിനെ നോക്കി, ഒരാളെ തലയിൽ ഒരു ക്ഷീര കർഷകനായിട്ടുള്ള ഒരു സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ അവർ ജീവിക്കാൻ വേണ്ടി അയാൾ നടത്തിക്കൊണ്ടു പോകുന്ന ഫാമിലേക്ക് ഇവൻ കൊടുത്തയച്ച പശുവിൻ്റെ കോലം നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അതുപോട്ടെ, പശു അങ്ങനെ ആയിക്കോട്ടെ, 10 ലിറ്റർ കിട്ടുമെന്ന് പാല് പറയുന്ന പശുവിന് കിട്ടുന്നത് 3 ലിറ്ററാണ്. പശുവിന് പാലുണ്ടെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. പാലില്ലാത്ത പശു, വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുള്ള പശു പോലുമല്ല ഇവൻ കൊടുത്തയച്ചിട്ടുള്ളത്.
അതിലൂടെ മനസ്സിലാക്കിയോടെ ഇവൻ നമ്പർ 1 ഉടായ്പാണെന്ന്. എന്തായാലും കൊള്ളാം. എന്തായാലും ഇതുപോലുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കിയ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ ഉടായ്പ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരുപാട് ആളുകൾ കാണും. ഇതുപോലുള്ള ആൾക്കാരെ ചതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും ചെന്ന് ചാടരുത്. അതാണ് പറയുന്നത് റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഇതുപോലുള്ള ഇതുപോലുള്ള കച്ചവടങ്ങളിൽ ചെന്ന് ചാടുന്ന സമയത്ത് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കന്നുകാലികളായിക്കോട്ടെ വാഹനങ്ങളായിക്കോട്ടെ മേടിക്കുക. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കബളിക്കപ്പെടും. അപ്പോൾ എന്തായാലും ഇത് സാധാരണക്കാരായിട്ടുള്ള കർഷകരായിട്ടുള്ള ജനങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ. അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ എല്ലാവരും ഇതുപോലെ ഒന്നല്ല. ഇതുപോലെ കുറേ എണ്ണം അവിടെ ഇവിടെയൊക്കെ കാണും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സ്വന്തം പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെ വഞ്ചിക്കാൻ നടക്കുന്ന ഇതുപോലത്തുള്ള കുറേ ആളുകൾ കാണും. അപ്പോൾ ഏകദേശം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും വിഷ്ണു കൊണ്ടുവരുന്ന പാല് എന്തുകൊണ്ടായിരിക്കും അവർ തിരിച്ചു കൊടുത്തയക്കുന്നത്. വെറും പന്നപ്പാൽ, വെറും ഇത്രയും മോശപ്പെട്ട പശുവിൻ്റെ തമിഴ്നാട്ടിൽ പോയിട്ട് ചാവാറായി കിടക്കുന്ന പശുവിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ പാലാണ് ഇവൻ സൊസൈറ്റി കൊടുത്ത് പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് കുടിപ്പിക്കുന്നത് എന്ന് മനസ്സിലായിക്കോണം. എന്തായാലും കൊള്ളാം അല്ലേ.